ഹലോ. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, ഈ ഓസ്ട്രേലിയൻ PR-ന് വേണ്ടിയിട്ട് എൻ്റെ എക്സ്പെൻസ് എത്രയാണ്? 199 PR എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിരുന്നു. ആൻഡ് കുറേ ടൈം എടുത്തു. അപ്പം ഇതിന് മൊത്തം എത്ര രൂപ അല്ലെങ്കിൽ ഇന്നതിന് എത്ര രൂപയാണെന്ന് പറഞ്ഞ് അങ്ങനൊരു കൃത്യമായ ഒരു എമൗണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ എല്ലാത്തിലും കൂടെ ഗോ ത്രൂ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു ഐഡിയ കിട്ടി. ഞാൻ എൻ്റെ ഈ ടോട്ടൽ പ്രോസസ്സിന് വേണ്ടി എത്ര രൂപയാണ് ചിലവാക്കിയതെന്ന്. ഇതിൻ്റെ ശരിക്കും ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ CGFNS ആണ്. CGFNSന് വേണ്ടിയിട്ടുള്ള വെരിഫിക്കേഷനും ബാക്കിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് APC വരെ എത്തുമ്പോഴാണ് ന്യൂസിലൻഡ് കംപ്ലീറ്റ് ആവുന്നത്. എന്നിട്ട് ആ ന്യൂസിലൻഡ് വെച്ചിട്ട് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ CGFNS സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് കുറേ ഞാൻ ഒരു 2022 സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് കുറേ മറ്റേ റെഫറൻസ് ലെറ്റേഴ്സും ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും ഒക്കെ എല്ലാം എടുത്തു എന്നുള്ളത് വേണമായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം സബ് ഏജൻസികളെ വെച്ചിട്ടാണ്, എൻ്റെ മെയിൻ ഏജൻസി ഇതൊക്കെ സബ് ഏജൻസികളെ വെച്ചാണ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം ഡൽഹി നേഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് വേണം, ഡൽഹി ഹോസ്പിറ്റലിൽ നിന്നുള്ള റെഫറൻസ് ലെറ്റർ വേണം. അപ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് അപ്പം ഒരു ഇടത്തുനിന്ന് കിട്ടുന്നതിന് 10-15,000 ഡിപ്പെൻസ് ഓൺ ഏജൻസി ഞാൻ പേ ചെയ്തിരുന്നു. അപ്പം CGFNS തൊട്ട് എനിക്ക് ന്യൂസിലൻഡ് പിൻ കിട്ടുന്നിടം വരെ ഏകദേശം ഒരു 1,06,500 രൂപയാണ് ചിലവായത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അഫ്രയ്ക്ക് അപ്ലൈ ചെയ്തത്. അഫ്രയുടെ ഫീസ് അങ്ങനെ അതെല്ലാം കൂടി പിന്നെ അതായത് എനിക്ക് മെയിനായിട്ട് ഇത് ചെയ്ത് തന്നിട്ടുള്ള ഏജൻസിയുടെ അന്നത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ 25,000 രൂപയായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അന്ന് അത് 25,000 രൂപയായിരുന്നു. അപ്പം ടോട്ടലി ഓസ്ട്രേലിയൻ പിൻ നമ്പർ കിട്ടുന്നിടം വരെ എൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,60,000 രൂപയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്കിൽ അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻമാക്ക്. അപ്പം അതിനും എനിക്ക് വീണ്ടും ഞാൻ നാട്ടിൽ ഒരിടത്തെ വർക്ക് ചെയ്തിരുന്നുള്ളൂ. അവിടുത്തേതും പിന്നെ നാട്ടിലെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിനും ഏജൻസിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കേണ്ടി വന്നു. പിന്നെ ഈ ആൻമാക്ക് ചെയ്യുന്നതിന് അവിടെ ഫീസ് അടയ്ക്കണമായിരുന്നു. പിന്നെ ഈ മെയിൻ ഇത് ചെയ്ത് തരുന്ന ഏജൻസിക്കാരുടെ എൻ്റെ അന്നേരത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ 15,000 ആയിരുന്നു. അപ്പം ടോട്ടൽ ആൻമാക്കിന് വേണ്ടിയിട്ട് എനിക്കൊരു 43,000 സംതിങ് ചിലവാക്കേണ്ടി വന്നു, ജസ്റ്റ് ആൻമാക്കിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് ആൻമാക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലൈ വേൾഡിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 189 190 190 ഒരുമിച്ചാണ് അവർ അപ്ലൈ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് PR എടുത്ത് തരുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തം പേ ചെയ്യേണ്ടത് 1,50,000 രൂപ അടുത്ത്. അവർ ഡോളറിലാണ് പറഞ്ഞത്, ഏകദേശം ഒരു 1,50,000 രൂപ അടുത്ത് അവർക്ക് ഞാൻ പേ ചെയ്തു ഈ PR-ന് വേണ്ടിയിട്ട്. നമുക്കത് സ്പ്ലിറ്റായിട്ട് പേ ചെയ്യാമെന്ന്, പക്ഷേ ഞാൻ ഒരുമിച്ചാണ് അതിന് പേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലായിരുന്ന സമയത്തായിരുന്നു എനിക്ക് മെഡിക്കൽ എടുക്കേണ്ടി വന്നത്. അപ്പോൾ മെഡിക്കൽ ഞാൻ ട്രിവാൻഡ്രം കിംസിലാണ് എടുത്തത്. ഏകദേശം ഞങ്ങൾക്ക് രണ്ട് പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി ഒരു 15,000 ആണ് ആയത്. പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഇതിന് വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ ഞാനൊക്കെ നാട്ടിലെടുത്തുകൊണ്ട് 15,000 ആയുള്ളൂ എനിക്ക് മെഡിക്കലിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് വന്നത് ഇതിൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. വിസയ്ക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് വെക്കാൻ വേണ്ടി 189 വിസയ്ക്ക് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4,00,000 രൂപ എടുത്തത്. 3,85,000 രൂപ കൃത്യം പറഞ്ഞാൽ ഞങ്ങൾ പേ ചെയ്തിട്ടാണ് ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ഇൻ ബിറ്റ്വീൻ വാക്സിൻ എടുക്കാൻ അങ്ങനെ ഇൻ ബിറ്റ്വീൻ ചെറിയ ചെറിയ കുറേ ചിലവുണ്ട്. മെയിനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. CGFNS, അഫ്ര, പിന്നെ ആൻമാക്ക്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൈഗ്രേഷൻ ഏജൻറ്റിന് ഞാൻ ഇത്രയും പേ ചെയ്തു. അവരായിരുന്നു ഫ്ലൈ വേൾഡ്. പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഒരു എമൗണ്ട് പേ ചെയ്തു. അപ്പോൾ ഓൾ ടുഗദർ എനിക്കൊരു 8 lakhs അടുത്ത് ഈ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിന് വേണ്ടി മാത്രം ചിലവായിട്ടുണ്ട്. ഒരു 8 lakhs, അറൗണ്ട് 8 lakhs. അതാണ് എൻ്റെ. ഇതിനകത്ത് പലർക്കും പല ഡിഫറൻസും വരാം. 186 ചെയ്യുന്നവർക്ക് ഡിഫറൻസ് ഉണ്ടാവാം. പിന്നെ ഇപ്പം തന്നെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഏജൻസിയുടെ ഒന്നും പേയ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഇപ്പം ഞാൻ CGFNS ചെയ്തപ്പം ചെയ്തതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. കുറേ റെഫറൻസുകളും കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട, ജസ്റ്റ് നമ്മുടെ സെൽഫ് സർട്ടിഫിക്കേഷൻ മതി, അങ്ങനെയൊക്കെ കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എക്സ്പെൻസിന് വ്യത്യാസം വരും. എന്നാൽ എനിക്ക് ആയതെന്ന് പറഞ്ഞാൽ 8 lakhs ആണ്. അപ്പം ഇത് എല്ലാവർക്കും കുറച്ചൊരു ബേസിക് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങുമായിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.